പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, എടപ്പാൾ. പൊന്നാനിയിലെ ജനകീയ ആരോഗ്യ കേന്ദ്രം ഇന്ന് നാട്ടിന് സമർപ്പിച്ചു. പി നന്ദകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പൊന്നാനി നഗരസഭ ജനകീയ ആരോഗ്യ കേന്ദ്രം പി നന്ദകുമാർ MLA നാട്ടിന് സമർപ്പിച്ചു. ആരോഗ്യ മേഖലയിൽ 3 വർഷത്തിനിടയിൽ വൻ മുന്നേറ്റം കാഴ്ചവെക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞതായി MLA പറഞ്ഞു. കേരളത്തിൽ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ ഇനിയും മികച്ച ഇടപെടൽ നടത്തുമെന്നും MLA വ്യക്തമാക്കി. സബ് സെന്റർ വരുമ്പോൾ അവന്റെ ആരോഗ്യം നോക്കാൻ അവൻ പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് ആവശ്യമായ സംവിധാനം ഈ വെൽനസ് സെന്ററുകൾക്കകത്തുണ്ടാകും. അതിനു പുറമെ മറ്റൊരു ആരോഗ്യ മേഖലയായിട്ടുള്ള പലോപ്പതിക്കകത്തും ആയുർവേദവും അതിന് രണ്ടിന്റെയും ആശുപത്രികൾ നമ്മളെ എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിക്കകത്തുമുണ്ട്. അപ്പൊ ആരോഗ്യ മേഖലയ്ക്കകത്ത് വലിയ ഊന്നലാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. ഈ വലിയ ഊന്നൽ നടത്തിയതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് കോവിഡിന്റെ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതും. നമുക്ക് ആ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു മാത്രമല്ല, നമുക്ക് ലോകത്തിന് മുമ്പ് തലയുയർത്തി നിൽക്കാൻ കഴിഞ്ഞതും അതിന്റെ ഫലമായിട്ടാണ്. ഇപ്പൊ അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ ഈ ആരോഗ്യ മേഖലയ്ക്കകത്തുള്ള ഈ ഇടപെടലിന്റെ ഫലമായിക്കൊണ്ട് നമ്മളെ ആയുസിന്റെ വർധനവും ഉണ്ടായിട്ടുണ്ട്. നഗരസഭയുടെ 3ാം വാർഷികത്തിന്റെ ഭാഗമായി ഓൺലൈൻ കൺസൾട്ടൻസി ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളോടെയാണ് നഗര ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സുരക്ഷയും വിദ്യാഭ്യാസവും കരഗതമാകുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ സൂക്ഷ്മതലത്തിൽ ക്ഷേമ പദ്ധതികളും മറ്റ് വികസന പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം അരിച്ചിറങ്ങുന്ന പോലെ സർക്കാരിന്റെ പദ്ധതികൾ, സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ, അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്നിവയെല്ലാം അനുഭവവേദ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വികസനമെന്നത് സാധ്യമാകുന്നത്. പൊന്നാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീന സുദേശൻ, അജീന ജബ്ബാർ, ഒ ഷംസു, രജീഷ് ഉപ്പാല, ടി മുഹമ്മദ് ബഷീർ, വാർഡ് കൌൺസിലർ രാധാകൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി സജിറൂൺ തുടങ്ങിയവർ സംബന്ധിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്വാഗതവും ജനകീയാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹിബ നന്ദിയും പറഞ്ഞു.